ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ എണീച്ചിട്ട് വിളക്ക് വെക്കലും പ്രാർത്ഥിക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏട്ടനും മക്കളും എല്ലാം മലക്ക് പോയിട്ടാണ് ഉള്ളത്. ഇപ്പം വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. വീട്ടിൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടേ ഇല്ല കേട്ടോ. മക്കളെല്ലാം പോയതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, സൈലൻ്റാണ്. ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അമ്മ പിന്നെ രാവിലെ പണിയിൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ അമ്മ പണിക്കങ്ങ് പോവും. പിന്നെ ഞാൻ മാത്രമായിരിക്കും വീട്ടിൽ. അപ്പം എല്ലാവരും ഉണ്ടാകുമ്പോൾ എണീക്കുന്ന പോലെ രാവിലെ തന്നെ ഒന്നും ഇന്ന് എണീച്ചിട്ടില്ലേ. കാരണം നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. പിന്നെ വിളക്ക് മുടക്കണ്ടെന്ന് വെച്ചിട്ട് എണീച്ചപ്പാടന്നെ വേഗം വിളക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തലേന്നത്തെ ചൂടുവെള്ളം അമ്മ ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. നമ്മൾ രണ്ടാൾ മാത്രമല്ലേ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും കയ്യിലേട്ടാ. കാരണം സ്വാമിമാർക്ക് ഇവിടെ ഫുഡ് എടുത്ത് വെക്കണം. ഒരു പ്ലേറ്റിൽ ഒരാൾക്കുള്ള ഭക്ഷണം എപ്പോഴും നമ്മൾ കരുതണം കേട്ടോ. അങ്ങനെ ഒരു പിന്നെ ചിട്ടേൻ്റെ ഇവിടെ അതെല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. ഓരോ നാട്ടിലും ഓരോ രീതികളല്ലേ, എനിക്കറിയില്ല. പക്ഷേ നമുക്ക് അങ്ങനെയാണ്. ഇപ്പോൾ വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ചോറ്, വൈകുന്നേരത്തെ ചായ, അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കും കേട്ടോ. അവരുള്ളപ്പോഴെങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് എടുത്ത് വെക്കുക. പിന്നെ ഞാനിതാ വേഗം അമ്മക്കും അനക്കും പിന്നെ എടുത്ത് വെക്കേണ്ടതെല്ലാം കൂടിയിട്ട് ഒരു കുറച്ച് ഉപ്മാവ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ റവ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ലേശം ഉഴുന്ന് പരിപ്പിടുന്നുണ്ട്. അത് നല്ലോണം മൂത്തിട്ടാകുമ്പോൾ നമ്മളതിലേക്ക് പച്ചമുളകും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്മാവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, എന്നാലും ഞാനൊന്ന് പറയാം. പിന്നെ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനെ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വെള്ളം തിളച്ചിട്ടാകുമ്പോൾ നമ്മളെ റവ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ എൻ്റെ രാവിലത്തെ തട്ടിക്കൂട്ട് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. കുറേ മാസമായിട്ട്, ഇപ്പം ഒരു 5-6 മാസമായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിൽ രാവിലെ തന്നെ എണീച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്. നമ്മളെ ബോഡി വെയ്റ്റ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മളെപ്പോഴും വെറും വയറ്റിലാണ് കേട്ടോ നോക്കേണ്ടത്. ഞാനെപ്പോഴും അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നതിന് മുന്നേ തന്നെ വേഗം നോക്കും കേട്ടോ. ഒരു കുറേ കാലമായിട്ട് ഇപ്പം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫ് പോകുന്നത്. എത്ര ഗ്രാം കുറഞ്ഞിന്, എത്ര കിലോ കുറഞ്ഞിന് ഡെയിലി എന്നുള്ളത് ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാനിത് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അമ്മ ഇതാ പിന്നെ ചായയെല്ലാം കുടിച്ചിട്ട് പണിയുണ്ട്. അപ്പം അമ്മ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഞാനിതാ ഒരു വെണ്ടക്കക്കറിയും കൂടി ആക്കിയിട്ടുണ്ട്. അതിനെ വെണ്ടക്ക മൊളേഷൻ എന്ന് പറയും. ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് ഒരു മൊളേഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാനിതാ വേഗം വന്നിട്ട് നമ്മളെ കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം അലക്കിയിടുന്നുണ്ട്. ദേവൂട്ടൻ മാലയിട്ട സമയത്താണ് കേട്ടോ, നവംബർ 16-നാണ് എൻ്റെ ദേവൂട്ടൻ്റെ പിറന്നാളുണ്ടായിന്. അപ്പോൾ മാലയിട്ടതല്ലേ, അതുകൊണ്ട് ഒന്നും ആഘോഷിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഒന്നും അമ്പലത്തിൽ ജസ്റ്റ് പോയി, പിന്നെ അത് മാത്രമേ ഉണ്ടായിട്ടില്ലേ. പിന്നെ ഓന് മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ചിട്ടയോടെ നിന്നോളൂ. അപ്പോൾ ഓൻ പറഞ്ഞു എന്നോട് പിന്നെ മലക്ക് പോകുമ്പം തന്നെ ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ എനിക്ക് എന്തായാലും ഒരു കേക്ക് റെഡിയാക്കി വെക്കണേ, വന്നപ്പാട് എനിക്ക് കട്ട് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് പോയിന്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അപ്പം നാളെയാണ് വരും, അതുകൊണ്ട് വേഗം റെഡിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു ഓർഡർ കേക്കും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഓർഡർ വന്നത് ഒരു കുൽഫി കേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും കുൽഫി എന്തായാലും ആക്കുന്നുണ്ടല്ലോ, അത് കുറച്ച് പണിയുള്ളൊരു കേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ നമുക്കും കുൽഫി തന്നെ ആക്കാമെന്ന്. അങ്ങനെ അത് ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കും കുൽഫി തന്നെയാണ് ചെയ്യുന്നത്. അപ്പം 2 അട്ടി 2 ടയറായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ ഫൈനൽ വരുമ്പം അതെല്ലാം മാറിയിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാ കേക്കിൻ്റെ പണികളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവന് ഹൾക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എന്ത് ചെയ്യുക, ഹൾക്കിൻ്റെ കേക്കാക്കാണ്. അപ്പം കഴിഞ്ഞ ബർത്ത്ഡേക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്, അമ്മ ഹൾക്കിനെ ആക്കി തരണേന്. പിന്നെ ഞാൻ അന്നേരം വേറെ എന്തോ ഒരു ടീമിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്, ഹൾക്കിനെ കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്ത് വേഗം ഷോപ്പിൽ പോയി ഹൾക്കിനെല്ലാം വാങ്ങി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ദേവൂട്ടൻ വരുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അവനറിയാം അമ്മ കേക്ക് ആക്കും എന്നുള്ളത്. എന്നാലും ആ ഒരു മോഡൽ അറിയില്ലല്ലോ എന്താ അമ്മ ആക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാം സെറ്റാക്കി വെക്കണം. അതുകൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് തലേന്ന് തന്നെ എല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ദേവൂട്ടൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കാണാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വെയിറ്റിംഗ് ആണ്. അപ്പോഴത്തേക്ക് നമ്മളെ ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേഗം ഓവനിലേക്ക് കയറ്റണം. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഓവനിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വിശപ്പ് വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം ചോറ് നിന്നുണ്ട്. നമ്മൾ വെണ്ടക്കക്കറിയും നമ്മളെ മാങ്ങ ഉപ്പിലിട്ടിട്ടുണ്ടായിന് കേട്ടോ, അതും കൂട്ടിയിട്ടാണ് ഇന്ന് കഴിച്ചത്. അടിപൊളി ടേസ്റ്റിയായ നമ്മളെ കുൽഫി കേക്കിൻ്റെ ഫില്ലിങ്സ് ആണ് കേട്ടോ ഇതായിക്കൊണ്ടിരിക്കുന്നത്. പാല് കാച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളിതാ 3-4 നമ്മളെ ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കുറുകി വരുമ്പോൾ ഇതാ കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഇട്ടത് കുറച്ച് നട്ട്സാണ്, അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ആയിട്ട് ഇട്ടിട്ടുണ്ട്.
കുറച്ച് പാലിൽ നമ്മൾ കസ്റ്റർഡ് പൗഡറും കൂടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ ആ ഒരു ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ഗനാഷയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ സ്പഞ്ചും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മളെ കേക്ക് റെഡി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ വേഗം അതിൻ്റെ ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഐസിങ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുണ്ട്. പാലിൽ നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഇട്ടിട്ടുള്ള ഒരു സിറപ്പാണ് കേട്ടോ നമ്മൾ വെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലോണം വെറ്റായിട്ടുണ്ട്. അപ്പോൾ അത്രയും നല്ല സ്മൂത്തി കേക്ക് ആയതുകൊണ്ട് ഒരുപാട് ഷുഗർ സിറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലേ. പിന്നെ ഇതാ ഫസ്റ്റ് ലെയറിൽ കുറച്ച് ക്രീം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഞാൻ ഇടുന്നുണ്ട് എക്സ്ട്രാ. പിന്നെ അതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ദേവൂട്ടൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. നമ്മൾ കൊറോണ കാലത്താണ് കേട്ടോ ഞാൻ കേക്ക് ബേക്കിംഗ് പഠിച്ചിട്ടുണ്ടായിന്. വീട്ടിലിങ്ങനെ ഇരിക്കുമ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നുണ്ട് എന്നെല്ലാം കേട്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഒരു ഓൺലൈനായിട്ട് പഠിച്ചു. പിന്നെ അവർ ബേസ് മാത്രമാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിന്. പിന്നെയുള്ള വെറൈറ്റി കേക്കുകൾ ഡിസൈൻസ് എല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ ഞാൻ വീട്ടിൽ പഠിച്ച സമയത്ത് വീട്ടിലിങ്ങനെ ഓരോന്നാക്കി പുറത്തെല്ലാം കൊടുത്തു. പുറത്തെന്ന് പറഞ്ഞാൽ നമ്മൾ അയൽവാസികൾക്കെല്ലാം കൊടുത്തു. അപ്പോൾ അവരെല്ലാം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ബേക്കറിയിലുള്ള പോലെ തന്നെ ഉണ്ട്, അപ്പം എനിക്കെന്താ പിന്നെ സെയിൽ ചെയ്തുകൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട്. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് വരുന്നത്. ഞാൻ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടില്ല, പഠിക്കുന്ന സമയത്ത് വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടില്ല ഇങ്ങനെ സെയിൽ ചെയ്യണമെന്ന്. കാരണം എൻ്റെ പിള്ളേർ പെങ്ങന്മാരുടെ മക്കൾ അവരെല്ലാം ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ആക്കാമല്ലോ എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പഠിച്ചതാണ് കേട്ടോ. പക്ഷേങ്കിൽ എന്താ പറയുക, പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഈ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. മലക്ക് പോകുന്നതിന് മുന്നേ പിന്നെ അവർ എല്ലാവരും കൂടിയിട്ട് ഞാനും ഏട്ടനും മക്കളും എല്ലാം കൂടിയിട്ട് ഇതാ നമ്മൾ കണ്ണൂരിലെ കുറച്ച് അമ്പലങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അന്ന് നമ്മൾ ആദ്യം തന്നെ പോയത് നമ്മളെ കൂത്തുപറമ്പുള്ള നീലക്കരിങ്കാളി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ പണ്ട് നമ്മളെ കല്യാണമെല്ലാം കഴിയുന്നതിനിടക്ക് ഒരിക്കൽ ഇവിടെ വന്നിട്ട് പിന്നെ നാരങ്ങ മാല കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്തെങ്കിലും മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് മാല കെട്ടിക്കഴിഞ്ഞാൽ അത് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരിക്കൽ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എപ്പോഴോ രണ്ടാമതൊരിക്കലും കൂടി വന്നിട്ടുണ്ടായിന്. ഇപ്പം മൂന്നാമത് ഇപ്പോഴാണ് കേട്ടോ വരുന്നത്. ഭദ്രകാളിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ നമ്മളെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. നമ്മളെ കോട്ടയം തമ്പുരാൻ കഥകളിയിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്ത്രീ വേഷം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു രൂപം ഈ തമ്പുരാൻ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം അതിങ്ങനെ ദേവീനോട് പ്രാർത്ഥിക്കുന്നതാണ്. അതെങ്ങനെയാണ് അമ്മേനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ ഒരു കുളത്തിൻ്റെ സൈഡിലിരുന്നപ്പോൾ ദേവി ഇതിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടെന്നാണ് പറയുന്നത് കഥകളി രൂപത്തിൽ. അപ്പം ആണ് അവർക്ക് മനസ്സിലായത് ഇത് കഥകളി രൂപമാണ്, സ്ത്രീവേഷമാണ്. അപ്പോൾ അത് വരച്ച് അതങ്ങനെ ആടി. അതാണ് പിന്നെ കഥകളിയിലെ സ്ത്രീവേഷം എന്നാണ് കേട്ടോ പറയുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടുമുണ്ട് അങ്ങനെ ഒരു കഥ. അപ്പം നമ്മളിത് അവിടെ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് ഒന്നുള്ളിലേക്ക് പോകുന്നതാണ്. ഒരുപാട് സംഗീതജ്ഞർ, സെലിബ്രിറ്റീസ് എല്ലാം വരുന്നൊരു ക്ഷേത്രമാണ് ഇത്. ഒരുപാട് ചരിത്രങ്ങളെല്ലാം ഉറങ്ങുന്ന മണ്ണാണ്. കൂടുതൽ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മൾ പുരളി മലക്കാന്ന് കേട്ടോ. അപ്പോൾ ഇതൊരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു അമ്പലം വരുന്നത്. മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഭാഗ്യത്തിന് ഇതവിടെ മുത്തപ്പൻ ഉണ്ടായിന്. ആ സമയത്ത് തിരുവപ്പനെയും വെള്ളാട്ടം ഉണ്ടായിന്. ഒരു ശനിയാഴ്ചയാണ് കേട്ടോ ഇത്. ഏട്ടനും പിന്നെ ദേവൂട്ടനും തേജു എല്ലാം പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും കളിയാക്കൂലെങ്കിൽ ഞാൻ സത്യമായിട്ടൊരു കാര്യം പറയാം. എനിക്ക് മുത്തപ്പന് പൈസ കൊടുക്കാനും തെയ്യത്തിന് പൈസ കൊടുക്കാനും എനിക്ക് ഭയങ്കര പേടിയാണ്. ചെറുതിലേക്കുള്ള പേടിയാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ചില സമയം ധൈര്യം സംഭരിച്ചിട്ട് മുത്തപ്പന് പൈസ കൊടുക്കുവേ. അത് ഈ വെള്ളാട്ടത്തിന്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ചെറുതിലേ വന്ന പേടിയാണ്. മക്കളും ഏട്ടനും എല്ലാം തമാശയാക്കും. ഇത്രയും വലുതായിട്ട് നിൻ്റെ പേടി പോയിനില്ലേ എന്നെപ്പം ചോദിക്കും. എന്നാലും എന്താണെന്നറിയില്ല, ഭയങ്കര പേടിയാണ് കേട്ടോ. ഒന്നാമത് നമ്മളെ നാട്ടിലെ ഒരു തെയ്യമുണ്ട്, മാരിത്തെയ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിങ്ങനെ പണ്ട് ചെറുതിലെല്ലാം പേടിപ്പിച്ചിട്ടുണ്ടായിന്. ആ പേടി എന്നും പോയിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. എന്നാലും ഞാൻ ഇതുവരെ ഭണ്ണാരത്തിൽ പൈസ ഇടുക എന്നല്ലാണ്ട് ഇവർക്ക് ഇങ്ങനെ കൊടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് ഇതാ പുറത്തിറങ്ങുന്നുണ്ട്. ഈ മുത്തപ്പൻ്റെ തന്നെ ഒരു സ്ഥാനമാണ് കേട്ടോ ഇത്. നാട്ടിക്കല്ല് എന്നാണ് പറയല്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇവിടെയും തൊഴണം, നമുക്ക് തൊഴാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം ഇടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അതൊരു വലിയൊരു കല്ലാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ സ്ഥാനമുള്ളത്.
അപ്പം ഇതിൽ കുറേ അതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് വായിച്ച് നോക്കി. ഞാൻ എപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ആ അമ്പലത്തിൽ ഐതിഹ്യം ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ വായിച്ച് നോക്കും കേട്ടോ. അപ്പം നമുക്കൊരു ആ ഒരു അമ്പലത്തിലെ ഐതിഹ്യം അറിഞ്ഞിട്ട് നമുക്കവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക എനർജി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനത് എപ്പോഴും ഒന്ന് വായിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പം ഇവിടെ അടുത്ത് ഇതിനെ ടച്ച് ചെയ്തിട്ടൊരു വലിയ അരയാലുണ്ട്. അപ്പോൾ എത്രയോ വർഷം പഴക്കമുള്ള അരയാലാണ്, പക്ഷേങ്കിൽ അതിന് എപ്പോഴും ചെറുപ്പാന്നാണ് അതിലെഴുതിയിട്ടുള്ളത്. പിന്നെ ഇതാ മുത്തപ്പൻ്റെ വാഹനം. പിന്നെ ഇതാ നമ്മൾ വിശന്ന് ഒരു വകയായിട്ടുണ്ട് അതിന്. പിന്നെ വേഗം ഇതാ ഒരു ഹോട്ടലിൽ കയറി. എല്ലാ ഹോട്ടലിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പം വെജിറ്റേറിയൻ ഹോട്ടൽ നോക്കി ലാസ്റ്റ് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മാമാനിക്കുന്ന് ദേവീ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അതും ദേവീക്ഷേത്രമാണ്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12 മണിയെല്ലാം ആയിട്ടുണ്ട്. അതിന് നമ്മൾ വരുമ്പം ഇതാ നല്ല തിരക്കുണ്ട്. അപ്പം വേഗം പിന്നെ തൊഴുതു ഇതാ പുറത്ത് വന്നിട്ടുണ്ട്. നാഗലിംഗ പൂവ് എന്നാണ് ആ പൂവിന് പറയില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേഗം പുറത്തേക്ക് വന്നതാണ്. നമ്മളിപ്പം പോയ അമ്പലങ്ങളെല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ചിറങ്ങിയപ്പാടായതുകൊണ്ട് അധികം വിശപ്പുണ്ടായിട്ടില്ലേ. എന്നാലും ഇങ്ങനെ അമ്മേൻ്റെ ചോറല്ലേ എന്ന് വെച്ചിട്ട് നമ്മളത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ വന്നത് നമ്മൾ പറശ്ശിനിയിലേക്കാണ് കേട്ടോ. മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ണിനുള്ള നല്ല കുളിർമേകുന്ന കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കേനുവേ. പിന്നെ നമ്മൾ വേഗം കാലെല്ലാം കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്, 2 ഭാഗങ്ങളായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.